ബിനീഷിന്റെ വീട്ടിൽ നടന്ന ഭവന പ്രാർത്ഥനയിൽ ഞാൻ ഈ ഭാഗം എടുത്ത് പറഞ്ഞു അല്ലേ. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, ഈ വചനം എടുത്ത് പറഞ്ഞിട്ട് ഒടുവിൽ പ്രാർത്ഥിച്ചപ്പോൾ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡാനിയൽ സിസ്റ്റർ തലേ കൈവച്ചിട്ട് ദൂത് പറഞ്ഞു. ആദ്യം പറഞ്ഞ കുറച്ച് ദൂത് പറഞ്ഞായിരുന്നു, ഈ ബ്രദറിൻ്റെ കാര്യം വിട്ടിട്ട് ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ഈ രക്തത്തിൽ കുളിച്ച് അല്ലേ. ആ പറഞ്ഞ ദൂതുകളൊക്കെ ശരിയായിരുന്നോ? മൈക്കടിപ്പിച്ച് വിളിച്ച് പറഞ്ഞു. ഇതുവല്ല എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അന്നത്തെ മീറ്റിങ്ങിന് ഉണ്ടായിരുന്നവർക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഡാനിയൽ സിസ്റ്റർ തലേ കൈവച്ചിട്ട് പറഞ്ഞു, ഒരു പേര് പറഞ്ഞു, ജോളി. അങ്ങനെ പേരില്ലയോ, ജോളി എന്ന് പേരുള്ള ഒരു വ്യക്തിയെ ദൈവം തൊടുന്നു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ എന്തോ ദൂത് പറഞ്ഞു പോയി. അന്നേരം ഒരു മിനിറ്റ്, അന്നേരം ഒന്നും പറഞ്ഞില്ല, ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു പോയി. ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ സാക്ഷി പെട്ടെന്ന് പറഞ്ഞു, അങ്ങോട്ട് നോക്കി പറഞ്ഞു. പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും വലിയൊരു ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യം തന്നെയാണ് ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആണെന്ന് എനിക്കറിയാം. കാരണം പാസ്റ്റ് എൻ്റെ തലേ കൈ വെച്ച് പറഞ്ഞ് ജോളി എന്നുള്ളൊരു പേര് കാണുന്നെന്ന് പറഞ്ഞ്. ഇപ്പോൾ പാസ്റ്റ് ആദ്യമേ പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, അന്ന് പാസ്റ്റർ എൻ്റെ തലേ കൈ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാസ്റ്ററോട് ഇന്നലെ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഞാനത് ഇവിടെ നിന്നപ്പോഴാണ് അത് ഓർത്തത്. കാരണം പാസ്റ്ററിൻ്റെ തലേ കൈ വെച്ച് ജോളി എന്നുള്ളൊരു പേര് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പിശാശ് ഇങ്ങനെ പറയുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുവാണ്, കള്ളമാണെന്ന്. പിശാശ് ഫോഷ്കിൻ്റെ ആത്മാവാണെന്ന് അറിയാം, എങ്കിൽ തന്നെയും വീണ്ടും ഒരിക്കൽ കൂടി ദൈവം എന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി. ഫോഷ്കിൻ്റെ ആത്മാവ് തന്നെയാണ് എന്നുള്ളത് എനിക്ക് വീണ്ടും ഒന്നുകൂടി ഇന്ന് ഈ പൽക്കാലം എനിക്കത് എൻ്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി. കാരണം അവൻ ഒരിക്കലും സത്യം പറയുന്നവനല്ല. ജോളി എന്നുള്ളൊരു പേര് പാസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡ് ഈ പിശാച് ഇങ്ങനെ പറയുന്നത് എന്താണ്, കാരണം ഈ ദൈവദാസനെ ഒരുപാട് എനിക്ക് വിശ്വാസമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷം 25 വർഷമായി ഞാൻ വിശ്വസ്ത ജീവിതത്തിൽ വന്നിട്ട് ഇത്രയും കാലം ആരും പറയാത്ത ഒരു കാര്യങ്ങൾ ഈ സഭയിൽ ഞാൻ വന്നതിന് ശേഷമാണ് പാസ്റ്റർ എന്നോട് പറയുവാനായിട്ട് ഇടയായത്. അതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇത്രയും വർഷം പറയാതിരുന്ന പല സഭകളിൽ ഞാൻ പോയിട്ടുണ്ട്, എങ്കിൽ തന്നെയും ആരും പറയാത്തൊരു കാര്യമാണല്ലോ പാസ്റ്റർ എന്നോട് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ എന്നാൽ ഈ പിശാച് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ ദൈവദാസൻ പറയുന്നത് ഇങ്ങനെയാണെന്ന് പിശാച് എന്നോട് പറയുന്നത്. പക്ഷേ ഞാനിത് ദൈവദാസനോട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദാസൻ എന്ത് തോന്നും എന്നുള്ളൊരു ചിന്ത മൈൻഡിലായിപ്പോയി. ഞാൻ ജോളി എന്നുള്ളൊരു പേര് പറഞ്ഞെങ്കിലും ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചില്ല, പറഞ്ഞതുമില്ല പാസ്റ്ററോട്. അപ്പോൾ ഈ ജോളി എന്നുള്ള പേര് പറഞ്ഞത് എൻ്റെ ബ്രദറാണെന്ന് ഞാൻ പറയാനായിട്ട് ഞാൻ മറന്നുപോയി. കാരണം ഈ പിശാച് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചത് നിന്നതുകൊണ്ടാണ് ഞാനത് പറയാൻ മറന്നുപോയത്. അന്ന് രാത്രികാലം ബിനീഷ് ബ്രദറിൻ്റെ വീട്ടിൽ പ്രയർ നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അന്ന് രാത്രികാലം ഒരു 11 മണിയായപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് തുരിതുരാ വിളിച്ച്. എനിക്ക് അറിയത്തില്ല, അന്ന് എപ്പോഴും ഞാൻ ഓഫാക്കി കോള് വരുന്നത് ഓഫാക്കിയിട്ട് കിടന്നുറങ്ങണ ഞാനാണ്. അന്ന് ഞാൻ കോൾ ഓഫാക്കിയില്ല, മനഃപൂർവ്വം ഓഫാക്കിയില്ല. ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ എന്തുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന് അന്ന് ഞാൻ ഓഫാക്കിയില്ല. അന്ന് എന്നെ വിളിച്ചിട്ട് പറയുവാനായിട്ട് ഇടയായി, ആങ്ങളേനെ ഇതുപോലെ വണ്ടി ആക്സിഡൻ്റ് ആയി എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. വീണ്ടും ഓരോരുത്തർ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് തള്ളവിരൽ മുറിഞ്ഞ് കയ്യിൽ പിടിച്ചോണ്ട് പോയെന്നൊക്കെയാണ് എൻ്റെ അനിയത്തി പറഞ്ഞത്. പക്ഷെ തള്ളവിരൽ കിട്ടിയില്ലെന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത്, ആങ്ങളെ പറഞ്ഞത്. ഇന്നലെ ഞാൻ ആങ്ങളെ അടുത്ത് പോയി കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഇടത്തെ കാലിൻ്റെ തള്ളവിരലിൻ്റെ ചെരുപ്പിടാൻ പറ്റത്തില്ല, അതുപോലെ മുറിഞ്ഞു പോയി. അതായത് പ്രാർത്ഥന നടന്ന ദിവസം ഈ ജോളി എന്ന പേര് ദൈവം വെളിപ്പെടുത്തി അന്ന് രാത്രി തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ജോളി എന്ന ആളിനാണ് ആക്സിഡന്റ് പറ്റിയത്. എൻ്റെ ആങ്ങളൊക്കെയാണ്. എൻ്റെ പേര് ഡാലിയ ഐസക്ക് എന്നെ അപ്പൻ്റെ പേരാണ്, ജോളി ഐസക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ജോളിനെ കുറിച്ച് ഞാൻ പറയാം. അങ്ങനെ ഈ കാല് മുറിച്ച് കളഞ്ഞ്
മുറിച്ച് കളഞ്ഞെന്നുള്ള വിരല് മുറിച്ച് കളഞ്ഞ് ഒരുപാട് 3-4 ആശുപത്രി ചെന്ന് ലാസ്റ്റ് 5ാമത്തെ ആശുപത്രിയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് ഈ കാല് മുറിച്ച് കളയാൻ. കാരണം കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി വിരല്, ഇങ്ങനെ മുറിച്ച് കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അങ്ങനെ വിരൽ മുറിച്ച് കളഞ്ഞതിന് ശേഷം വിരലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, മറ്റുള്ള വിരലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. പിന്നെ കയ്യിൽ പ്ലാസ്റ്റർ ഇവിടം വരെയും ഇട്ട്, കൈയുടെ മുട്ടുകൈ വരെയും ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കാണാൻ ചെന്നപ്പോഴത്തേക്കും ഈ വ്യക്തി ഒരിക്കൽ കൺവെൻഷൻ സ്റ്റേജിൽ വരെയും പ്രസംഗിച്ചൊരു വ്യക്തിയാണ്. ഞാൻ കേട്ടിട്ടില്ല, പലരും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം പിന്നെ ഒത്തിരി ബുക്കുകൾ വായിക്കും. ദൈവദാസനായിരുന്നു. ഇവൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ പിന്നെ ഇവിടെ കഞ്ഞിക്കുഴി വരെയും ഞാൻ പോയിട്ടുണ്ട്. കഞ്ഞിക്കുഴിയിൽ ഇവൻ പാട്ട് പാടുന്നത്, ഈ കൺവെൻഷൻ സ്റ്റേജിൽ പാടുന്നത് കേൾക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ ശുശ്രൂഷയിലായിരുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷകനായിരുന്നു, IPCയുടെ ശുശ്രൂഷകനായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ IPCയിൽ ശുശ്രൂഷകനായിട്ട് ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ ലാസ്റ്റ് വീട്ടിലേക്ക് വന്ന്, ഒറ്റ മോനായതുകൊണ്ട് വീട്ടിലേക്ക് വന്ന്, വീട്ടിലുള്ള സുഖ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലോട്ട് വന്നതിന് ശേഷം വീണ്ടും പിന്നോക്കാവസ്ഥയിൽ വന്ന് കുടിക്കുകയും അതുപോലെ തന്നെ മോശമായിട്ടൊക്കെ പ്രവർത്തിക്കുകയും ചെയ്ത് അനാവശ്യങ്ങൾ കാണിച്ച് നടന്നതിൻ്റെ അനുഭവമായിട്ട് പിന്നീട് ഒരിക്കൽ കൈയുടെ ഇതുപോലെ തന്നെ ആക്സിഡൻ്റായി കൈയുടെ എല്ല് തോളല് പൊട്ടിയതാണ്. എന്നിട്ടും മടങ്ങി വരാതെ വീണ്ടും പിന്നോക്കാവസ്ഥയിലായി. ഇന്നലെ എന്നോട്, ഞാൻ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇവനോട് സുവിശേഷം പറയുമ്പോൾ ഇവൻ എന്നെ പാവം പിടിക്കാറുണ്ട്, എന്നെ ആരും ശരിയാക്കാൻ വരണ്ട എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറയാണ്, ഒരു ട്രാൻസ്ഫോമർ പിന്നെ കറണ്ടിൻ്റെ സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ പോസ്റ്റിലിട്ടാണ് ഇടിച്ചത്. 1 ഇഞ്ച് കൂടി തെറ്റിപ്പോയിരുന്നെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ആ 1 ഇഞ്ച് കൂടി തെറ്റിപ്പോയിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് ഇടിച്ച് വണ്ടി കയറിയിരുന്നെങ്കിൽ കരിഞ്ഞു പോകുമായിരുന്നു എന്ന് അവൻ്റെ നാവ് കൊണ്ട് തന്നെ പറയുവാനായിട്ടിടയായി. എന്നിട്ട് ഇന്നലെ എന്നോട് പറയുവാണ്, ഞാൻ ഇനിയും തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ കാലം ഇപ്പം പോയുള്ളൂ, ഇനി എൻ്റെ തല പോകും എന്ന് പറയുവാനായിട്ടിടയായി. ഈ ദൂത് പറഞ്ഞായിരുന്നോ? ദൂത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി എന്നോട് ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനത് പറയാനായിട്ട് നിന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്നെ വിളിച്ച് പറഞ്ഞാൽ കിട്ടത്തുമില്ല. ആ സമയത്തും കിട്ടത്തൊന്നുമില്ല. അന്ന് ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇച്ചിരി മദ്യപിച്ചിട്ടാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോയത്. എന്നാൽ ആക്സിഡൻ്റ് അല്ല, ഇവൻ തനിയെ പോയി വണ്ടി ഇടിച്ച് കയറ്റിയതാണ്. ഒരു പോസ്റ്റിലിട്ട് ഇടിച്ച്, ആ പോസ്റ്റിൻ്റെ ഒരു 1 ഇഞ്ച് തെറ്റിയിരുന്നെങ്കിൽ ആ ട്രാൻസ്ഫോമറിമേറ്റ് കൊണ്ട് അതിനകത്തോട്ട് കയറി ഇവൻ കരിഞ്ഞു പോയാനായിരുന്നു അവൻ്റെ നാവ് കൊണ്ട് തന്നെ പറയാനായിട്ടിടയായി തീർന്നു. ഈ ദൈവം ഈ പേര് വെളിപ്പെടുത്തിയെന്നും അത് കഴിഞ്ഞിട്ടാണ് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണെന്ന് തോന്നി ഇങ്ങനെ നടന്നതെന്ന് പറഞ്ഞു ആളിനോട്. അപ്പൊ എന്ത് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി, അവന് ഒത്തിരി വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, നീ അപ്പോൾ പറഞ്ഞാലൊന്നും അനുസരിക്കത്തില്ലായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. കാരണം അതിന് മുമ്പ് ഞാൻ ചെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുപോലെ പിന്നെ എന്നെ പാവം പിടിച്ച് വിട്ടിട്ടേ ഉള്ളൂ. ഞാൻ ദിവസം കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം നിങ്ങൾ ശരിയായാൽ മതി, എന്നെ ഒന്ന് ശരിയാക്കാൻ വരണ്ടെന്ന് പറയും. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ ദൈവസന്നിധി വരാൻ ആഗ്രഹമുണ്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് പറയണേ, ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. കാരണം ഇനിയും ഞാൻ ദൈവസന്നിധി വിട്ട് പോയി കഴിഞ്ഞാൽ ഇനി എൻ്റെ തലയെ കളയുള്ളൂ എന്ന് അവൻ്റെ നാവ് കൊണ്ട് തന്നെ പറയുന്നത് ഞാൻ കേൾക്കാനായിട്ടിടയായി. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അതുപോലെ ദേവദാസൻ എൻ്റെ തലയെ കൈവച്ച് പറഞ്ഞായിരുന്നു, രക്തത്തിൽ കുളിച്ച് ഞാൻ മരിച്ചു പോകുന്നതായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ഒന്നും എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഞാനിങ്ങനെ കേട്ട് നിന്നേള്. രക്തത്തിൽ കുളിച്ച് മരിച്ചു പോകേണ്ടതായിരുന്നു, കർത്താവ് രക്ഷിച്ചു. അങ്ങനെ പറഞ്ഞു, കർത്താവ് രക്ഷിച്ചതാണെന്ന് ദേവദാസൻ പറയാനായിട്ടിടയായി. അത് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ സത്യമായൊരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ അപ്പന് 7 പെങ്ങന്മാരാണ്. ഏറ്റവും ഇളയ പെങ്ങള് അവകാശം മേടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ എൻ്റെ അപ്പൻ കേൾക്കത്തുള്ളെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വീട്ടോട്ട് പോയി. ഞാനും ആദ്യം കൂടി വീടിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുടിക്കാൻ വേണ്ടി വലിയൊരു കൂജയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ ഒരു കുടിയൻ വന്നിട്ടും ആ വെള്ളം അടിച്ചു പൊട്ടിക്കണ കണ്ടുകൊണ്ടാണ് എൻ്റെ അപ്പം കയറി വന്നത്. ഇവിടെ ആരും ഇല്ലയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പം പടിഞ്ഞാറച്ചത്തുനിന്ന് കയറി വന്നത് ഇത് കണ്ടുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ തന്നെ എടാ എൻ്റെ വെള്ളം കൂജ പൊട്ടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ച് പറഞ്ഞപ്പോൾ ഇവനുടനെ അരയെന്ന് കത്തി ഊരി എൻ്റെ അപ്പനായിട്ട് കുത്തുവാനായിട്ട് കൈ ഓങ്ങിയപ്പോഴത്തേക്കും ഞാനിതുമ്മേ കയറി പിരിച്ച് ഇവൻ്റെ കയ്യിൽ നിന്ന് കത്തി മേടിച്ചെടുത്ത്. അന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവർ കാത്തു നിന്ന് ഞങ്ങളെ തല്ലാൻ വേണ്ടി കാത്തു നിന്ന് എൻ്റെ മക്കളെ തല്ലും എന്ന് അപ്പനറിയാവുന്നത് കൊണ്ട് അപ്പനും എൻ്റെ അപ്പൂപ്പൻ്റെ പെങ്ങളുടെ പേരക്കിടാങ്ങളും ആയിരുന്ന അവരും എല്ലാവരും കൂടി വന്ന് ഞങ്ങൾക്ക് മുൻപായിട്ട് ഇവർ ഓടി വന്ന് ഞങ്ങൾ പോകുമ്പോൾ ഇവർ തീർച്ചയായിട്ടും തല്ലുമെന്ന് അറിയാമായിരുന്നു. എനിക്കിട്ട് തല്ല് കൊള്ളണ്ട ആ അടി എൻ്റെ അപ്പൻ്റെ തലയിലിട്ടാണ് കൊണ്ടത്. അന്ന് തല തല്ലി പൊളന്നു പോയി.
അങ്ങനെ ചോരൊഴുക്കി എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ പോയി. എനിക്കിട്ട് കൊള്ളേണ്ടതല്ലാണ്. ദേവദാസൻ പറഞ്ഞ കറക്റ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മൾ കാണുന്ന ഒരു യേശു ഉണ്ട്. കരം പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് നോക്കിക്കേ. ജോളി എന്ന് പറയുന്ന ആ സഹോദരൻ കുഴപ്പമില്ല ഇരുന്നു. കർത്താവിന് വേണ്ടി ഒരിക്കൽ പ്രയോജനപ്പെട്ട മനുഷ്യൻ പിന്മാറ്റത്തിൽ പോയി. ബിനീഷിന്റെ വീട്ടിൽ പ്രാർത്ഥന നടന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കേവലം ഒരു വീട്ടു പ്രാർത്ഥനയായിട്ട് നിങ്ങളിത് കാണരുത്. ദൈവം കർത്താവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ? ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ജോളി എന്നോട് ഇങ്ങനെ ഒരു പേര് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ, ഞാനും ഡാലി സിസ്റ്ററും എല്ലാ സൺഡേയും വരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടില്ല. കർത്താവ് വെളിപ്പെടുത്തി പേര് ഞാൻ പറഞ്ഞു. മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ ഇൻസിഡന്റ് സംഭവിക്കുന്നു. വേണമെങ്കിൽ ഒരു ചോദ്യം വരാം, അതെന്തുവാ? കർത്താവ് ആളിനെ വെളിപ്പെടുത്തിയിട്ട് കൊട്ടേഷൻ കൊടുത്ത് കർത്താവ് അടിച്ചതാണോ? അല്ല. സ്തോത്രം. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സ്നേഹം വ്യക്തിപരമായി എനിക്ക് കർത്താവിനോട് തോന്നി. കാരണം ഇതിൽ വലുതെന്തോ ഒന്നായിരുന്നു ശത്രു പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ആ വീട്ടു പ്രാർത്ഥനയിൽ കർത്താവ് ആ പേരിനെ കർത്താവ് വെളിപ്പെടുത്തിയ സമയം മുതൽ ആ മനുഷ്യൻ നിയന്ത്രണമില്ലാതെ വാഹനം ഓടിച്ചു പോയ വഴികളിൽ മുൻപിലും പിൻപിലും ചുറ്റുമായി ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങി. നോക്കിക്കേ, ആ പ്രയറിനകത്ത് കർത്താവിന്റെ കണ്ണുകൾ പ്രവചനാത്മാവിൽ കണ്ടതുകൊണ്ട് ഇങ്ങനെയാണ് നടന്നതെങ്കിൽ, അല്ലായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന, പ്രവാചകന്മാരുടെ കണ്ണിന് നിന്നെ കണ്ടാൽ അതിനെ നിസ്സാരമായി കാണരുത്. ഒരു പ്രൊഫറ്റ് ആരോ ആകട്ടെ, ആ പ്രവാചകന്റെ കണ്ണ് നിന്നെ കണ്ടാൽ അതിനർത്ഥം സ്വർഗത്തിലെ തമ്പുരാൻ നിന്നെ കണ്ടെന്നാണെന്ന് നീ വിശ്വസിക്കണം. ചിലപ്പോ പലരും നിന്നെ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ച് പോയിട്ടുണ്ടായിരിക്കും. പലരും നിന്നെ മറന്നു പോയിട്ടുണ്ടായിരിക്കും. എന്താണെങ്കിലും അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, നെവർ മൈൻഡ് ഇറ്റ്. നിന്റെ പ്രവാചകന്റെ കണ്ണിന് കണ്ടെങ്കിൽ നിനക്ക് സന്തോഷിക്കാം. കാരണം നിന്നെ വിളിച്ചവൻ നിന്നെ കാണുന്നുണ്ട്. ബിനീഷിന്റെ വീട്ടിൽ നടന്ന ഭവന പ്രാർത്ഥനയിൽ ഞാൻ ഈ ഭാഗം എടുത്ത്